നമസ്കാരം. നേപ്പാളിൽ മുൻ പ്രധാനമന്ത്രിയും CPN-UML അധ്യക്ഷനുമായ KP ശർമ്മ ഒലി അറസ്റ്റിലായി. കഴിഞ്ഞ വർഷം രാജ്യത്തെ പിടിച്ചുലച്ച ജൻസി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തിയെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഒലിക്കൊപ്പം മുൻ ആഭ്യന്തരമന്ത്രിയും നേപ്പാളി കോൺഗ്രസ് നേതാവുമായ രമേശ് ലേഖകിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 35 വയസ്സുകാരനായ റാപ്പറും എഞ്ചിനീയറുമായ ബാലേന്ദ്ര ഷാ വമ്പൻ ജയം നേടി നേപ്പാളിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനുള്ളിലാണ് ഈ അറസ്റ്റ്. ബാലേന്ദ്ര ഷായുടെ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് അന്വേഷണ കമ്മീഷൻ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച പുലർച്ചെ ഭക്തപൂർ ജില്ലയിലെ ഗുണ്ടുവിൽ നിന്നാണ് ഒലിയെ പിടികൂടിയത്. രമേശ് ലേഖകിനെ കടുഞ്ഞയിലെ വസതിയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. ശർമ്മ ഒലി, ലേഖക്, ഇൻസ്പെക്ടർ ജനറൽ ചന്ദ്ര കുബേർ ഖംബുങ് എന്നിവർക്കെതിരെ നേപ്പാൾ ദേശീയ പീനൽ കോഡ് പ്രകാരം 181, 182 ക്രിമിനൽ കുറ്റങ്ങളാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനിടയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രക്ഷോഭകാലത്തെ ആഭ്യന്തര സെക്രട്ടറി ഗോകർണ മണിദവാദി, സായുധ സേനാംഗം മേധാവി രാജു ആര്യാൾ, മുൻ ദേശീയ അന്വേഷണ ഏജൻസി തലവൻ ഹുത്തുരാജ് ഥാപ്പ എന്നിവരടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8, 9 തീയതികളിൽ നടന്ന യുവാക്കളുടെ വൻ പ്രക്ഷോഭത്തിന് നേരെ അന്നത്തെ സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ വിനയായത്. 20ഓളം യുവാക്കളടക്കം 76 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ കൂട്ടക്കൊലയിൽ ഒലിക്കും ലേഖകനും നേരിട്ട് പങ്കുണ്ടെന്നും ഇവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നുമാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. 3 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി സുദൻ ഗുരും സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ പുതിയ സർക്കാരിന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കുന്നതാണ്. ആരും നിയമത്തിന് മുകളിലല്ല. മുൻ പ്രധാനമന്ത്രി KP ഒലിയെയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകിനെയും ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഇത് ആരോടുമുള്ള പ്രതികാരമല്ല, നീതിയുടെ തുടക്കം മാത്രമാണ്. രാജ്യം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. നിലവിൽ ഭദ്രകാളിലെ കാഠ്മണ്ഡു ജില്ലാ പോലീസ് സർക്കിളിലാണ് ഇരുവരെയും പാർപ്പിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഉടൻ KP ഒലിയെ വൈദ്യപരിശോധനയ്ക്കായി ത്രിഭുവൻ സർവകലാശാല ടീച്ചിംഗ് ആശുപത്രിയിലും എത്തിച്ചു. ശനിയാഴ്ച നേപ്പാളിൽ അവധിയായതിനാൽ ഞായറാഴ്ച മാത്രമേ ഇവരെ കോടതിയിൽ ഹാജരാക്കൂ. അതേസമയം അധ്യക്ഷന്റെ അറസ്റ്റിനെ തുടർന്ന് CPN-UML ലളിത്പൂരിലെ കേന്ദ്ര ഓഫീസിൽ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തു. വരും ദിവസങ്ങളിൽ നേപ്പാൾ രാഷ്ട്രീയത്തിൽ വൻ പ്രതിഷേധങ്ങൾക്കും മാറ്റങ്ങൾക്കും ഈ അറസ്റ്റ് കാരണമായേക്കാം. രാജ്യസുരക്ഷയെ മുൻനിർത്തി സോഷ്യൽ മീഡിയ നിരോധിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 9 പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലി രാജിവെച്ചത്. 51 പേർ പ്രതിഷേധ പ്രകടനങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. 1300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ ആയിരക്കണക്കിന് തടവുകാർ രക്ഷപ്പെടുന്നതിനും പ്രക്ഷോഭം കാരണമായി. കലാപത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ലേഖകും രാജിവെച്ചിരുന്നു. എന്തായാലും നേപ്പാളിൽ കാര്യങ്ങൾ മാറുകയാണ്. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ പുതിയ പ്രധാനമന്ത്രിയും ഭരണകൂടവും പഴയ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഴിമതിക്കാരായ ആളുകളെ നിലത്തിറക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച ജൻസി പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താൻ ശ്രമിച്ച മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്.